നമസ്കാരം. നമസ്കാരം. ശ്രുതി മ്യൂസിക് കൺസർവേറ്ററിയുടെ ഇന്നത്തെ ഒരു ചെറിയ എപ്പിസോഡാണ്. നമുക്ക് ഇന്ന് നമ്മോടൊപ്പമുള്ളത് വളരെ പ്രഗത്ഭനായ ഒരു ഗുരുനാഥനാണ്, അതുപോലെ വളരെ പ്രഗത്ഭനായ ഒരു കലാകാരനാണ്. നിരവധി ശിഷ്യർക്ക് വയലിൻ്റെ പാഠങ്ങൾ, ശുദ്ധമായ പാഠങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മഹാനായ ഗുരുനാഥൻ്റെ മുൻപിലാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്കും ഏറ്റവും പ്രിയപ്പെട്ട ഗുരുനാഥനാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ കുറേ നാളുകൾ പഠിക്കാനുള്ള അവസരം ഈശ്വരൻ നൽകി. അത് വലിയൊരു അനുഗ്രഹമായി ഞാൻ കണക്കാക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുറേ നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് വരാൻ സാധിച്ചത്. അദ്ദേഹം ബനാറസിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ അദ്ദേഹം നാട്ടിൽ ലീവിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരാൻ സാധിച്ചു. അപ്പോൾ എനിക്ക് സാറിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനും സാറിനോടൊത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും ഒരു അവസരം വന്നു. അപ്പോൾ ഞാൻ അങ്ങനെ സാറിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. അപ്പോൾ സാറ് തിരുവാർപ്പ് NS ജയപ്രകാശ് സാറാണ്. അദ്ദേഹം ബനാറസ് യൂണിവേഴ്സിറ്റിയിൽ വയലിൻ ആൻഡ് വോക്കൽ HOD ആണ്. അദ്ദേഹത്തിന് ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ കുറച്ച് ചെറിയ കാര്യങ്ങൾ സാറിനോട് ഡൗട്ട്സ് ചോദിക്കാനായിട്ടാണ്. ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ ഒരുപാട് വയലിൻ ഇഷ്ടപ്പെടുന്നതും കർണാട്ടിക് വയലിൻ പ്രത്യേകിച്ചും പഠിക്കുന്നതായിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ആണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ വയലിൻ കർണാട്ടിക് മ്യൂസിക്കിൽ പ്രത്യേകിച്ച് ഒരുപാട് പല രീതിയിൽ പല ബാണികൾ ഫോളോ ചെയ്ത് പോകാറുണ്ട്. കേരളത്തിലാണെങ്കിലും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ബാണി ആരും ഫോളോ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഏതൊക്കെയാണ് സാർ ബാണികളുള്ളത്? അതിലേതാണ് നമുക്ക് ഫോളോ ചെയ്യാൻ എളുപ്പവും മുന്നോട്ട് പഠിച്ചു പോകുമ്പോൾ ഏതാണ് നമുക്ക് ഏറ്റവും ഉത്തമം എന്നുള്ളതാണ്? വളരെ ഒരു നല്ല ക്വസ്റ്റ്യനാണ് വിഷ്ണു ചോദിച്ചത്. അതിലിപ്പോൾ നമ്മളിപ്പോൾ ഒരു പാണിയെപ്പറ്റി പറയുമ്പോൾ കേരളത്തിലുള്ള മഹാവിദ്വാൻമാരാരും തെറ്റിദ്ധരിക്കരുത്. എങ്കിൽ പോലും നമ്മൾ ഏജ് വെച്ച് പറയുകയാണെങ്കിൽ TN കൃഷ്ണൻ സാർ, ലാൽഗുഡി സാർ, MSG സാർ, M ചന്ദ്രസേൻ, ഇവർ 4 പേര് ലെജൻഡ്സ്. അവരുടെ ഒരു സ്കൂളാണ്. കേരളം വിട്ട് കഴിഞ്ഞാൽ ഓരോരുത്തരും ഫോളോ ചെയ്യുന്നത്. ഇത് MC സാറിൻ്റെ, M ചന്ദ്രസേൻ സാറിൻ്റെ സ്കൂളാണ്, ഇത് ലാൽഗുഡി സാറിൻ്റെ സ്കൂളാണ്. കേൾക്കുമ്പോൾ തന്നെ മ്യൂസിക് ലവേഴ്സ് പറയാറുണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള അനുഭവത്തിലാണ് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഗർകോവിൽ ഒരു കച്ചേരിക്ക് കാരക്കുടി മണി സാറ് എൻ്റെ ഗുരുജി, പിന്നെ വോക്കൽ ആരാണെന്നുള്ളത് മറന്നുപോയി, രമണി സാറിൻ്റെ ഫ്ലൂട്ട് രമണി സാറിൻ്റെ കച്ചേരിക്ക് പോയപ്പോൾ ഒരാൾ ഇങ്ങനെ ഒരു കൊച്ചിനെ കൊണ്ടുവന്നു. ആ കൊച്ച്, സാറേ ഇത് എൻ്റെ ഒരു 7 വയസ്സ് വരും പെൺകൊച്ച്, ഇവർക്ക് നല്ല സംഗീത ഇതിലുണ്ട്, മേളകർത്ത രാഗങ്ങളുടെ എല്ലാ പേരും പറയുന്നു, ഗാനം കനകാംഗി രത്നാംഗിന്ന് തുടങ്ങി രസികപ്രിയ വരെ ഒറ്റ പറച്ചിലാണ് 72. എനിക്ക് പോലും രാഗത്തങ്ങളുടെ പേരറിയില്ല. അത് കേട്ടപ്പോൾ അത്ഭുതം. അപ്പോൾ സാർ പറഞ്ഞു നന്നായിട്ട് എല്ലാം കേൾക്കണം, സാധാരണ കേൾക്കണം. ഉടനെ കാരക്കുടി മാണി സാർ പറഞ്ഞു എല്ലാം കേൾക്കുന്നതല്ല, മോൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സ്കൂള്, ആ സ്കൂളിലുള്ള ഇപ്പോൾ ചന്ദ്രസേൻ സാറിൻ്റെ, ലാൽഗുഡി സാറിൻ്റെയാണ്, TN കൃഷ്ണൻ, അതിലുള്ള കച്ചേരികൾ കേൾക്കുകയും അവർ വായിക്കുന്ന കച്ചേരി, അവരുടെ സോളോയും അവരെങ്ങനെ രാഗം വിസ്തരിക്കുന്ന നിരവൽ എങ്ങനെ കണക്കുകളുടെ അപ്പോൾ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ സാറിനോട് എസ്കർട്ടായിട്ട് പോയതാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് വളരെ കാരണം എല്ലാം കേൾക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇതില്ലല്ലോ. ഒരെണ്ണം നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ അതിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുമാതിരിയൊക്കെ വായിക്കാൻ പറ്റും. എങ്കിൽ പോലും നേരിട്ട് പഠിക്കുന്നതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്, ഗുരുകുലവാസം. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒത്തിരി അഡ്വാൻസ്ഡ് ആയി ഇലക്ട്രോണിക്സ് സംബന്ധമായ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ വാട്സപ്പിലൊക്കെ എൻ്റെ കൂടെ ഒത്തിരി ഫോറിനേഴ്സും ഒക്കെ പഠിക്കുന്നുണ്ട്. വാട്സപ്പിലും പഠിക്കാം. പക്ഷേ നമ്മളെ അന്ന് വരെ പഠിച്ചത് ഏത് ഗുരുവാണോ, എൻ്റെ ആദ്യത്തെ ഗുരു കലാക്ഷേത്രം മാത്യു സാറാണ്, പിന്നെ നെടുമങ്ങാട് ശിവാനന്ദ് സാർ. ഇവരെ പിന്നെ അഡ്വാൻസ് സ്റ്റേജിലാണ് ചന്ദ്രശേഖരൻ സാറിനെ പഠിച്ചത്. അവർ എൻ്റെ ഗുരു കലാകൗമുദിയുടെ ഒരു ഇൻ്റർവ്യൂ നടക്കുമ്പോൾ ആൾക്കാരിങ്ങനെ സാറിനെ കാണാൻ വന്ന കാരണം അടുക്കാൻ പറ്റാഞ്ഞിട്ട്, പിള്ളേർക്ക് എടുക്കാൻ പറ്റാഞ്ഞിട്ട്, സംസാരിക്കാൻ എടുക്കാൻ പോയി ശിവാനന്ദ് സാറ് വന്നിട്ടുണ്ടെന്ന്. ഉടനെ സാറ് ആ കലാകൗമുദിയുടെ ഇൻ്റർവ്യൂ നിർത്തിയിട്ട് സാറിനെ ഉള്ളിലേക്ക് വിളിച്ചു. സാറിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടാണ് അവൻ ഇന്നിങ്ങനെ വായിക്കുന്നത് പറഞ്ഞു. അത് വലിയൊരു ഇതാണ്. അപ്പം എൻ്റെ എല്ലാ ഗുരുക്കന്മാരും തന്നെ വലിയ ഗ്രേറ്റാണ്, സമയം നോക്കാതെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം
പിന്നെ ഒരിക്കൽ MSG സാറിൻ്റെ വായനയായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ എൻ്റെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, എടാ ഇത് കേട്ട് നോക്ക്, കണ്ണു വയ്യാത്ത ഒരാളാണ്, ഇങ്ങനെ ഏത് കണക്ക് എന്ത് പാടിയാലും അപ്പോഴേ വായിക്കുന്നു. അപ്പോൾ ഒരു ഭയങ്കര അത്ഭുതം തോന്നി, ഇടുന്ന ശബ്ദം വിൻഡ് ഇൻസ്ട്രുമെൻ്റ് കേൾക്കുന്ന പോലെ. അങ്ങനെയാണ് ഞാൻ ഈ സ്കൂൾ അതൊന്ന് ഫോളോ ചെയ്താലെന്ന് ഓർത്ത് മദ്രാസിൽ പോകുന്നു. അപ്പോൾ സാർ ആദ്യം ഫോളോ ചെയ്യുന്ന സ്റ്റൈല് MSG സാറിൻ്റെ കാരണം ശിവാനന്ദ് സാർ വായിക്കുന്ന ഏകദേശമൊക്കെ MSG സാറിൻ്റെ മോഡൽ വരും. അപ്പോൾ അത് ഞാൻ വായിക്കുന്ന സാറും കേട്ടിട്ടുണ്ട്. എനിക്കൊരു വർണ്ണമൊക്കെ 4 കാലം വായിക്കുമ്പോൾ അങ്ങനെ വായിക്കുമ്പോൾ സാറിനും ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് ഈസി ആയിട്ട് വായിക്കാനും പറ്റും. സെയിം ടൈം ചന്ദ്രസേന സാറിൻ്റെത് 4 സ്പീഡ് വായിക്കാൻ ഭയങ്കര വിഷമമാണ്. സ്ലൈഡിങ് അല്ല, ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ അതുകൊണ്ടാണ് അതിൻ്റെ ഇത് വരുന്നത്. അതിൽ ഫിംഗറിങ് റെസ്ട്രിക്ഷനൊക്കെ ഓരോ പാണികളിലും വരുമോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ എന്താ പറയണ്ടേ, ഇപ്പോൾ ചന്ദ്രശേഖര സാറിൻ്റെ എല്ലാവരും പറയുന്നതാണ്, ഞാനും പറയുന്നത്. എനിക്ക് പിന്നെ എൻ്റെ അനുഭവം ഒരു നാദസ്വര പാണിയെന്ന് എല്ലാവരും പറയാറുണ്ട്. രാജരത്നം പിള്ള സാർ അങ്ങനെയൊക്കെ അവർ വായിക്കുമ്പോൾ ആ ഒരു ഭാവം. അതുപോലെ സാറ് പറയും, എടാ എനിക്ക് രാഗം എന്ത് രാഗം വായിച്ചാലും GNBയുടെ ഒരു പിടിയെങ്കിലും ഇല്ലാതെ വായിക്കാൻ പറ്റില്ല എന്ന് പറയും. ആ GNBയുടെ ഗുരു ഒരു നാദസ്വര വിദ്വാനാണ്. ഈ നാദസ്വര വിദ്വാൻ്റെ ഗുരു ഒരു വയലിനിസ്റ്റാണ്. അതിൻ്റെ മഹാന്മാരുടെ പേരെനിക്കറിയില്ല, തഞ്ചാവൂരിലുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കിടപ്പ് പോകുന്നത്. അത് നമ്മുടെ ആ സ്റ്റൈൽ അറിഞ്ഞ് കഴിഞ്ഞ് ഈ കേരളം വിട്ട് കഴിയുമ്പോൾ എൻ്റെ അനുഭവമാണ് പറയുന്നത്, ഒരു ഭയങ്കര ഫീഡ്ബാക്കാണ് അതിൽ നിന്ന് കിട്ടുന്നത്. അത്ര ഒരു എങ്ങനെയാണ് സാർ ഇത് വായിക്കുന്നത്, അമ്പകാമാക്ഷിയൊക്കെ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ടച്ച് എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു വലിയൊരു അത്ഭുതവും സന്തോഷവും എല്ലാം തോന്നാറുണ്ട്. എല്ലാ പാണികളിലും വോക്കലിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും സാർ? അതോ വയലിൻ സോളോ ആയിട്ട് വായിക്കുന്ന രീതിയിലുള്ള ഫിംഗറിംഗ് ടെക്നിക്സ് ആണോ കൂടുതലും, അതോ വോക്കലിനെ അക്കമ്പനി ചെയ്യാൻ എല്ലാ ഫിംഗറിങ്ങിലും സാധിക്കും? വോക്കലിനെ അതേപടി നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി? ഇത് വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ് വിഷ്ണു ചോദിച്ചത്. അതായത് ഈ ബാലമുരളി സാറിന് എൻ്റെ ഗുരു വായിക്കുമ്പം സാറിനൊരു മ്യൂസിക് ഫാൻസ് ഉണ്ട് ചെന്നൈയിലും, അത് എല്ലായിടത്തും ഓൾ ഓവർ ഇത് വേൾഡ് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ചിലർ ചോദിക്കും, സാറിപ്പോൾ ഇത് വായിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ ബാലമുരളി സാറ് വയലിനെടുത്ത് വായിച്ചാൽ എങ്ങനെയിരിക്കും? അങ്ങനെ ഇരിക്കുന്നു. ശുഭബന്ധുരാളി വായിക്കുമ്പോൾ പക്ക എന്താ പറയണ്ടേ, ഹിന്ദുസ്ഥാനി മോഡലിൽ വരും. സാറിൻ്റെ ഒരു സ്കൂളിൽ ആ ഫിംഗറിങ്ങിൽ ശുഭബന്ധുരാളി ഇങ്ങനെ വായിക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നിപ്പോവും. വേണ്ട, ഒരാളുടെ പേര് മറന്നുപോയി, പുള്ളി പോണ്ടിച്ചേരിയിലാണ്, എന്തോ വയലിന് വലിയ ഒരു ആർട്ടിസ്റ്റാണ്. പുള്ളി എന്നോട് നിങ്ങളുടെ സ്കൂളിൽ ഹിന്ദോളം എങ്ങനെയാണ് വായിക്കുന്നതെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇതെൻ്റെ എക്സ്പീരിയൻസ് ആണ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ മനസ്സിൽ വെച്ചാൽ വായിക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, സാറിൻ്റെ ഒരു ഫിംഗറിങ്ങിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്, എന്തും വരും, എന്ത് പാടിയാലും അത് തൊണ്ടയിൽ വരുന്നത് ഇതുപോലെ വായിക്കാൻ പറ്റും. അതെ, ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. KVൻ്റെ കൂടെ സാറ് വായിക്കുമ്പോൾ KV നാരായണ സ്വാമി വയലിനെടുത്ത് വായിച്ചാൽ എങ്ങനെ ചെയ്യും, അങ്ങനെയാണ് ഇങ്ങനെ പറയുന്നത് ഞാൻ നേരിട്ട് കേട്ട കാര്യമാണ് കേട്ടോ. അതെന്ന് പറയുകയാണ്. നമ്മൾ വോക്കലിനെ ഫോളോ ചെയ്യുന്ന സമയത്ത്, കച്ചേരിക്ക് വായിക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ സ്റ്റൈല് അതേപടി അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെയാണോ ചെയ്യാറ്, അതോ നമ്മുടെ ശൈലിയിൽ തന്നെ വായിച്ചു പോകാൻ പറ്റുമോ? അല്ല, അവരുടെ സ്റ്റൈലിൽ തന്നെ നമുക്ക് വായിക്കാൻ പറ്റുമല്ലോ, നമ്മുടെ സ്റ്റൈൽ വെച്ച്. അത് മാത്രം വായിച്ചാൽ മതി. അത് നമ്മുടെ സ്റ്റൈല് വേറെ ആണെങ്കിൽ അത് വായിച്ചാൽ മതി. സ്വരങ്ങൾക്കൊരു മാറ്റം ഇല്ലല്ലോ, ഏത് പാണിയാണല്ലോ. അത് ഞങ്ങളുടെ സ്കൂളിൽ വായിക്കുമ്പോൾ ധനീസ അങ്ങനെ വായിക്കും. വേറെ ഒരു സാറിൻ്റെ സ്കൂളാകുമ്പം സ്ലൈഡിങ് ആയിരിക്കും, പക്ഷെ സൗണ്ട് ഒന്ന് തന്നെ കേൾക്കുള്ളൂ. സ്വരങ്ങൾ ഏത് സ്കൂളാണെങ്കിലും സ്വരങ്ങൾ മാറില്ലല്ലോ, സ്വരം തന്നെയല്ലേ സാർ? അനുസ്വര പ്രയോഗങ്ങളിലും വായിക്കുന്ന രീതികളുണ്ട്, അതുപോലെ ഗമകത്തിൽ മാത്രമായിട്ട് വായിക്കുന്നതുമുണ്ട്. അപ്പൊ അതില് കുറച്ചും കൂടി ഡീറ്റെയിൽലി വരുന്നത് ശരിക്കും അനുസ്വര പ്രയോഗങ്ങളിൽ വായിക്കുന്നതല്ലേ ഒരു സംശയം, അത് അങ്ങനെയാണോ? അത് വളരെ നല്ല ക്വസ്റ്റ്യനാണ്. വിഷ്ണു ഒരു വയലിനിസ്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അനുസ്വരം വരണമെങ്കിൽ വളരെ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് സ്ലൈഡിങ്, എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ 8ലും ഒക്കെ പഠിക്കുമ്പം നിനക്കൊരു പറഞ്ഞ എൻ്റെ അച്ഛനും കൃഷ്ണൻകുട്ടിച്ചേട്ടൻ എന്ന് പറയുന്ന ഒരു ഫ്രണ്ട്സാണ്, റിലേറ്റീവ്സുമാണ്. റിലേറ്റീവ്സിനേക്കാൾ കൂടുതൽ ഫ്രണ്ട്സാണ്. അവർ തമ്മിൽ ഇങ്ങനെ ഓരോന്ന് പറയുകയും, അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് ഇങ്ങനെ വർണ്ണം 4 കാലം വായിക്കുമ്പോൾ അന്ന് ഇത് പറഞ്ഞു തരുമ്പോൾ നമുക്ക് വായിക്കാൻ പറ്റും. അന്ന് ഈസി ആയിട്ടാണ്. സെയിം ടൈം ചന്ദ്രസേന സാർ സ്കൂളിൻ്റെ ഫാസ്റ്റ് വരാൻ വലിയ പാടാണ്. അപ്പോൾ അത് നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം. അത് നമ്മുടെ ഇൻട്രസ്റ്റാണ്.
സാർ പിന്നെ ഒരു കാര്യം, അതായത് കച്ചേരികൾക്ക് നമ്മൾ വായിക്കാൻ പോകുമ്പോൾ, നമ്മൾ അക്കമ്പനിമെന്റ് വായിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ പഠിക്കാത്ത കൃതികളായിരിക്കാം പാടുക. അതെ. അപ്പോൾ നമ്മൾ നേരത്തെ അത് ചോദിച്ച് പഠിച്ചിട്ട് വന്ന് വായിക്കുകയാണോ, അതോ എല്ലാ മ്യൂസീഷ്യൻസും അങ്ങനെ മ്യൂസീഷ്യൻസ് ഷെയർ ചെയ്യാറുണ്ടോ എന്തൊക്കെയാണ് പാടുന്നതെന്നൊക്കെ? അതൊരു വളരെ നല്ല ക്വസ്റ്റ്യനാണ്. ടി.കെ. മൂർത്തി സാർ മ്യൂസിക് അക്കാദമി മദ്രാസിൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, നിങ്ങൾ 6 മാസം പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ട് ആകന്താനം പല്ലവി പാടുന്നു, അല്ലെങ്കിൽ എക്സാമ്പിൾ മിശ്ര ജമ്പയിൽ അരയിടത്തിൽ പാടുന്നു. സ്പോട്ടിൽ ഞങ്ങളോട് പറയുപോലും ഇല്ല. മ്യൂസിക് അക്കാദമി മാത്രം പാടുന്ന ആളുടെ നിന്ന് അവർ ലിസ്റ്റ് ഓഫ് സോങ്സ് എഴുതി മേടിച്ച് ചെയ്യാറുണ്ട്, മ്യൂസിക് അക്കാദമി മാത്രം. ബാക്കിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ വിശാഖപട്ടണത്തിന് ഞാൻ എൻ്റെ ഒരു കച്ചേരിക്ക് അവരെഴുതി മേടിച്ചായിരുന്നു. അത് വളരെ നല്ലതാണ്. നമ്മുടെ മ്യൂസിക്, ഞാൻ ബനാറസിലൊക്കെ എൻ്റെ ഒരു അനുഭവം പറയാം. വാരണാസിയിൽ അവർ പറയുന്ന ഗ്രൂപ്പായിട്ട് പറയുന്ന അവിടുത്തെ ഒരു തബല വിദ്വാൻ ജഗ്ജിത് സിംഗ് എന്ന് പറയും, സഗീർ ഹുസൈൻ സാറിൻ്റെ ഡയറക്റ്റ് ഡിസൈൻ. പുള്ളി പറഞ്ഞ, നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ലാതെയാണ് നിങ്ങൾ സ്റ്റേജിൽ പാടുന്നത്. അത് പറ്റും. ലെജൻസായ മഹാവിദ്വാന്മാരുടെ കച്ചേരി അവർക്ക് വരും. അപ്കമ്മിങ് ആയിട്ട് വരുന്ന ആൾക്കാരോട് നമ്മളത്തെ ഇന്ന് ഞാൻ ഇത് പാടും, സിംഹേന്ദ്ര മധ്യമ രാഗത്തിൽ മിശ്ര ജമ്പൽ ഒരു പല്ലവി പാടുന്നു കേട്ടോ, അത് ഇങ്ങനെ വരും എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും, നമ്മുടെ കച്ചേരി സക്സസ് ആകും. അവിടെ കച്ചേരിയാണ്. ഒരിക്കലും ഒരു മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ പേരും മറന്നുപോയി, പുള്ളി പറഞ്ഞതാ, ദേവരാജ് മാസ്റ്ററാണ്, ആർട്ടിസ്റ്റിൻ്റെ സാമർഥ്യം കാണിക്കുന്നതല്ല ലൈറ്റ് മ്യൂസിക് എന്ന് പുള്ളി പറഞ്ഞു. ശരിയല്ലേ? മ്യൂസിക് അവിടെ ഇത് സൗണ്ട് കുറയ്ക്കുക, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ, അത് എപ്പോഴും അത് ചെയ്താൽ നമ്മുടെ കച്ചേരി സക്സസ് ആയിരിക്കും. അത് ഭയങ്കര അവർക്കെന്തോ ഇപ്പം ജങ്കാരധ്വനി രാഗത്തിൽ ഒന്നും പറയാതെ ചുമ്മാ ഇരുന്നുണ്ട്, പണിപതിശായി മാം പാഹി, ജങ്കാരധ്വനി. ഇത് ഈ വയലിനിസ്റ്റ് മനസ്സിലാക്കണമെങ്കിൽ ഒരു 5 പല്ലവി കഴിയണം, കാരണം അത് കൂടുതൽ പാടുന്നില്ല. അപ്പൊ അങ്ങനെ നിങ്ങൾ ചൂസ് ചെയ്യുമ്പം ഈ മെയിനായിട്ട് പാടുന്നവർ നിങ്ങളുടെയാണ് കച്ചേരി. ഞാൻ അക്കമ്പനിമെന്റ് ആണ്, എൻ്റെ കച്ചേരി ആരും പറയാറില്ല. അല്ലെ പുള്ളി വയലിൻ വായിച്ചു, ജയപ്രാശ് വയലിൻ വായിച്ചു, വിഷ്ണു വയലിൻ വായിച്ചു, വിഷ്ണു ശേഖർ വയലിൻ വായിച്ചു എന്ന് പറയുന്നത് നിങ്ങളുടെയാണ് കച്ചേരി. അപ്പം നിങ്ങൾ വിഷ്ണു, ഇന്ന് ഞാൻ ജങ്കാരധ്വനിയിൽ ഇങ്ങനെ ഇത് വായിക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് ജങ്കാരധ്വനി അറിയില്ലെങ്കിൽ അവരോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ അവരിങ്ങനെ ജസ്റ്റ് ഒന്ന് ആരോപണം കാണിച്ചു. അപ്പോൾ എന്ത് സമാധാനമുണ്ട് അക്കമ്പനിമെന്റ് വായിക്കുന്ന ആൾക്കാർക്ക്? അത് ദയവ് ചെയ്ത് ഇന്ന് ബഡ്ഡിങ് ആർട്ടിസ്റ്റ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് വളരെ നല്ലതാണ്. ഇത് നടക്കും. ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട്, KV നാരായണസ്വാമി ശങ്കരാഭരണനെ അഴൈത്തോടി ദർബാർക്ക് 4 രാഗത്തിൽ ഒരു രാഗം, അത് ചന്ദ്രസേൻ സാർ വായിക്കും, മേളപുരേശ്വരൻ സാർ വായിക്കും. ഞാൻ കൂടെ വായിച്ചാൽ എനിക്ക് വായിക്കാൻ പറ്റുമോ? ഇല്ല. അത് മഹാവിദ്വാന്മാർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്ന് ഞാനിത് പാടുന്നുണ്ട് കേട്ടോ. ഇപ്പം വിഷ്ണുവിൻ്റെ അച്ഛൻ ശേഖർ സാറിനോട് പറഞ്ഞു, നമ്മൾ ഒരു കണക്ക് പാടിയാൽ അത് ഇങ്ങനെയാ കേട്ടോ എന്ന് മൃദംഗക്കാരനോട് പറഞ്ഞാൽ ആ കച്ചേരി സക്സസ് ആവും. ഇപ്പം ഞങ്ങൾ സംസാരിച്ച് ജയിക്കുക ആ കാര്യം. ഇങ്ങനെയാണ് ചെയ്യുന്നത് മോനെ, ഇവിടെ പാദപ്പം അവിടെ ഒരു തിസ്രം പോലെ വന്നിട്ട് ഇങ്ങനെ ചുമ്മാ ഒരു മാസ് ഫീലിങ്ങിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് അതിലൊരു തെറ്റുമില്ല. അതാണ് ശരി, അതാണ് നല്ലത്. നമ്മുടെ കച്ചേരി സക്സസ് ആകാനാണ് പറയുന്നത്. ഇത് ഞാൻ വലിയ ആളാന്ന് പറഞ്ഞു. പണ്ടത്തെ കാലത്തൊക്കെ ഇതിനേക്കാൾ ഭയങ്കര ഇതായിട്ടാണ് പറയുന്നത്. താളം കാണിക്കാതെയൊക്കെ പല്ലവി പാടുമായിരുന്നു, കർച്ചീഫ് കൊണ്ട് ഇങ്ങനെ വെച്ചിട്ടൊക്കെ. അങ്ങനെയൊക്കെ ചെയ്ത് പറഞ്ഞു കേട്ടതാ കേട്ടോ. അതൊന്നും അല്ല സംഗീതം. കാരണം ഞാൻ എന്താ പറയണ്ട, ഏകദേശം പല സ്ഥലത്തും പോയതുകൊണ്ട് പറയുവാണ്. അങ്ങനെ നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല എന്ന് ഹിന്ദുസ്ഥാനി ആർട്ടിസ്റ്റിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ജുഗൽബന്ദി ഒരു ഫ്ലൂട്ടിൻ്റെ കൂടെ വായിക്കാൻ പോയപ്പോൾ ആ പുള്ളി ഇങ്ങനെ പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞാൽ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ വലിയ ആൾക്കാരായിരിക്കണം, അവർക്ക് പറച്ചിലും കാര്യങ്ങളും ഒന്നുമില്ല. ഇത്രയും സമയം സാറിൻ്റെ വിലയേറിയ സമയം നമുക്ക് നൽകി ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവ് പകർന്നു തന്നു. അപ്പോൾ സാറിന് നമ്മുടെ ശ്രുതി മ്യൂസിക് കൺസർവേറ്ററിയുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെയും പേരിൽ ഞാൻ സാറിന് നന്ദി പറയുന്നു. നമസ്കാരം. അതുപോലെ സാറിൻ്റെ ഒരു ശിഷ്യൻ ആയി വരാൻ സാധിച്ചത് തന്നെ ഒരുപാട് ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ തീർച്ചയായും എന്നെന്നും സാറിൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണം. നന്നായി വരട്ടെ. മൂകാംബിക അനുഗ്രഹിക്കും.